പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം PSC പരീക്ഷയിൽ വളരെയധികം പേർ എഴുതുന്ന ഒരു പരീക്ഷയാണ് LDC പരീക്ഷ. LDC പരീക്ഷയുടെ അപേക്ഷകരുടെ എണ്ണം വർഷം തോറും കൂടി വരികയും ചെയ്യുന്നുണ്ട്. PSC പരീക്ഷ എഴുതുന്നവർ, പ്രത്യേകിച്ച് LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പരീക്ഷയ്ക്കായി എങ്ങനെ ഒരുങ്ങാം, ഏതെല്ലാം രീതിയിൽ പരിശീലനം നടത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സാമൂഹ്യ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിനായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന അതിഥി PSC പരീക്ഷാ പരിശീലകനും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറുമായ ശ്രീ ജേക്കബ് തലയോലപ്പറമ്പാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം സർ. നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ LDC പരീക്ഷയ്ക്കുള്ള അപേക്ഷകരുടെ എണ്ണം നാൾക്ക് നാൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുന്തോറും പരീക്ഷ വളരെ കടുത്തതാവുന്നു എന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളുടെയും മുമ്പിലുള്ള ഒരു ആശയക്കുഴപ്പത്തിന് വഴിതെളിക്കുന്നത്. അപ്പോൾ PSC പരീക്ഷ, LDC പരീക്ഷ എഴുതുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ പരിശീലനം ഏത് രീതിയിലായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ സർ? PSC പരീക്ഷ എഴുതുന്നവർ നിർബന്ധമായിട്ടും ഒരു സ്വന്തമായിട്ട് പറയേണ്ടത്, ഞാൻ ഈ എത്ര കടുത്ത മത്സരം വന്നാലും ഞാൻ ഈ പരീക്ഷ എഴുതിയെടുക്കും. അത് ആണ് എൻ്റെ അടുത്ത ഒരു 200 ദിവസത്തെ ടാർഗറ്റ്. അപ്പോൾ ഈ 200 ദിവസം കൊണ്ട് ഞാൻ ഈ പരീക്ഷ എഴുതിയെടുക്കും എന്നുള്ളത് ദിവസം ഒരു 50 തവണയെങ്കിലും പറയുക. നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടൊന്നും കേൾക്കും. വീട്ടിൽ നിന്ന് ചിലപ്പോൾ പറയും ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എഴുതുകയാണെങ്കിൽ 2,4 ലക്ഷം ആളുകൾ എഴുതും. എറണാകുളം ജില്ലയെങ്കിൽ 2 ലക്ഷം ആളുകൾ എഴുതും. അപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് എഴുതിയിട്ട് ആദ്യം 1000 റാങ്കിൽ വരാൻ പറ്റുമോ എന്നാൽ പല ആളുകളും വളരെ സംശയത്തോടു കൂടി കൂട്ടുകാരും അധ്യാപകരും വീട്ടുകാരും ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ളത് പറയുക. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ 10 സെക്ഷനിൽ നിന്നും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളൊരു 7 മാർക്ക് വീതം ആവറേജ് നേടിയിട്ടുണ്ടെങ്കിൽ, എല്ലാ സെക്ഷനിൽ നിന്നും 7 മാർക്ക് വീതം ആവറേജ് നേടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസ് എഴുതുമ്പോൾ നമുക്ക് ജോലി നിർബന്ധമായും കിട്ടിയിരിക്കും. ഈ 10 സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ സെക്ഷൻ? 10 സെക്ഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് 20 മാർക്കാണ് സാധാരണയുള്ള പാറ്റേൺ. മലയാളമായിട്ട് ബന്ധപ്പെട്ട് 10 മാർക്കിന്റെ പാറ്റേൺ ഉണ്ട്, 30 മാർക്ക്. കണക്കുമായിട്ട് ബന്ധപ്പെട്ട് 10 മാർക്ക് ഉണ്ട്. മെന്റൽ എബിലിറ്റി 10 മാർക്ക്. കണക്കിന് 20 മാർക്ക് എന്നൊരു തെറ്റായ ധാരണ ഉണ്ട്, അത് ശരിയല്ല. മെന്റൽ എബിലിറ്റിയും കണക്കും 10 മാർക്ക് വരും. അങ്ങനെ 50 മാർക്ക്. ഇത് കൂടാതെ 50 മാർക്ക് ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ 50 മാർക്കിൽ 10 മാർക്ക് കറണ്ട് അഫയേഴ്സ്. അത് പരീക്ഷയുടെ തൊട്ട് മുൻപ് വരെയുള്ള കാര്യങ്ങൾ, ഒരു മാസം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നോക്കണം. സാധാരണയായിട്ട് നമുക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്, കറണ്ട് അഫയേഴ്സ് ഏത് വരെയുള്ളത് നോക്കണം എന്നതിനെ കുറിച്ച്. അപ്പോൾ ഒരു മാസം മുമ്പ് വരെയുള്ളത് നോക്കിയാൽ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക. സയൻസുമായിട്ട് ബന്ധപ്പെട്ടത് 15 മാർക്ക് വരെ ചോദിക്കാറുണ്ട്. 5 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനും കമ്മീഷനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ 30 മാർക്ക് കാര്യങ്ങൾ. പിന്നെ ഇന്ത്യ ചരിത്രം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ 10 മാർക്കും. കേരള നവോത്ഥാനവും 10 മാർക്കുമാണ് സാധാരണഗതിയിൽ ചോദിച്ചു കാണുന്നത്. അപ്പോൾ ഈ പരിശീലനത്തിന് പോകുന്നവരും ഉണ്ട്, അല്ലാതെ സ്വന്തമായിട്ട് പഠിക്കുന്നവരും ഉണ്ടല്ലോ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പരിശീലനത്തിന് പോകാതെ തന്നെ നമുക്ക് LDC പരീക്ഷയെ നേരിടാൻ കഴിയുമോ? തീർച്ചയായിട്ടും നേടാൻ കഴിയും. നമ്മളൊരു ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതിന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. 25% ക്വസ്റ്റ്യൻസ് കണക്കിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ വരുന്ന ചോദ്യങ്ങളിൽ ഒരു 25% ക്വസ്റ്റ്യൻസ്, ജനറൽ നോളജിന്റെ 25% ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പോവുക, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ബുക്ക് എടുക്കുക. മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്കറ്റിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ അത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി കഴിയുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, 1 മണിക്കൂർ 5 മിനിറ്റ് വെച്ച് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻ 50% മാർക്കെങ്കിലും നമുക്ക് നെഗറ്റീവ് കഴിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പരിശീലനത്തിന് പോകണ്ട. അതായത് 1.25 മണിക്കൂറുള്ള PSC പരീക്ഷ നമുക്ക് 1 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ 65 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തിട്ട് 50 നമ്മൾ അതിന്റെ ആൻസർ കീ നിർബന്ധമായിട്ട് നോക്കണം. അതുപോലെ നെറ്റിൽ നിന്ന്, ഇന്റർനെറ്റിൽ നമ്മൾ OMR ആൻസർ ഷീറ്റ്, ഇമേജ് ഓഫ് OMR ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ പ്രിന്റ് ഔട്ട് കിട്ടും. അത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ആ കറക്റ്റ് ആയിട്ട് ആ മോഡലിൽ തന്നെ ചെയ്ത് നോക്കണം. അതായത് ബബിൾസ് നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് 50% നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇന്ന് വരെ പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ച് ചിലർ പഠിക്കാതിരിപ്പുണ്ട്. ലാസ്റ്റ് ചാൻസ് ആണ്, എനിക്ക് എഴുതിയിട്ട് കുറെ എഴുതി രക്ഷയില്ല, എന്റെ അടുത്തുള്ളവർക്ക് കിട്ടി, എനിക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. 50% നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വിഷയത്തിലാണ് നിങ്ങൾ വീക്ക്. ഇപ്പൊ കണക്കിന് വീക്കുള്ള ആളുകളുണ്ട്, ഇംഗ്ലീഷിന് വീക്കുള്ള ആളുകളുണ്ട്, ജനറൽ നോളജ് ഒന്നും അറിയാത്ത ആളുകൾ. ഇപ്പൊ ടെക്നിക്കൽ സബ്ജക്റ്റ് ഒക്കെ BTech ഒക്കെ പഠിച്ച കുട്ടികളും LDC എഴുതുന്നുണ്ട്, 10ാം ക്ലാസ് പഠിച്ചവർ എഴുതുന്നുണ്ട്, VHS കഴിഞ്ഞവർ എഴുതുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞവർ എഴുതുന്നുണ്ട്. അപ്പൊ ഇത്
പഠന സംബന്ധമായ കഴിവല്ല നമുക്ക് നോക്കുന്നത്, ആ പരീക്ഷയിൽ ചോദിക്കുന്ന 10 ടോപ്പിക്കിലുള്ള കഴിവാണ് ചോദിക്കുന്നത്. അത് 1.25 മണിക്കൂർ സമയത്തിൽ ഏറ്റവും അധികം കൃത്യമായിട്ട് ചെയ്യുന്ന, നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി ചെയ്യുന്ന ആള് ഏറ്റവും മുകളിൽ വരും. ചിലപ്പോൾ ഏറ്റവും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആള് ഏറ്റവും പുറകെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കൊരു കോളിലേക്ക് പോയിട്ട് ഇതിലേക്ക് വരാം. ഹലോ ഹലോ നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ഏറ്റുമാനെന്ന് വിളിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചിട്ട് സംസാരിച്ചോളൂ. എന്റെ പേര് അമൽ. ചോദിച്ചോളൂ. അമൽ, എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ സാർ. എനിക്ക് ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പറയൂ അമൽ. അമൽ ചോദിച്ചോളൂ. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി അതിന്റെ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണ്ട എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എക്സാം നമ്മൾ കൊടുത്തിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ തന്നെ കിട്ടുമോ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. അത് ആപ്ലിക്കൻസിന്റെ എണ്ണം അനുസരിച്ചായിരിക്കും വരുന്നത്. ചിലപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ പോയി എഴുതേണ്ടി വരാം, ചിലപ്പോൾ പാലക്കാടോ തൃശ്ശൂരോ കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള എവിടെയെങ്കിലും കിട്ടാനും സാധ്യതയുണ്ട്. അത് നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറും അപേക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ചിരിക്കും. എവിടെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ട, ഇപ്പൊ എങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ പഠിച്ചെടുക്കാം, അതായത് കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പൊ ദിവസം ഒരു 3 മണിക്കൂർ വീതം 3 സെക്ഷൻസ് വീതം പഠിക്കുക. അപ്പൊ 4ാമത്തെ ദിവസം മോഡൽ പരീക്ഷകൾ മാത്രം ചെയ്തു നോക്കുക. അത് ചിന്തിച്ചാൽ മതി. നമ്മൾ പരീക്ഷ ദൂരെ ആയിരിക്കുമോ അടുത്തായിരിക്കുമോ എന്നുള്ളതൊക്കെ ഒന്ന് ടെൻഷൻ അടിക്കണം. പിന്നെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ. ഒന്ന്, കഴിയുന്ന നേരത്തെ അന്ന് ഇറങ്ങണം. കാര്യം വെച്ചാൽ വളരെ തിരക്കായിരിക്കും അന്ന് ബസ്സുകളിലൊക്കെ. ബസ് സൗകര്യവും ട്രെയിൻ സൗകര്യവും ഒക്കെ കുറവാൻ സാധ്യതയുണ്ട്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഓടിപ്പോയി എഴുതിയിട്ടുണ്ടെങ്കിൽ ആകെ പരീക്ഷ അലമ്പാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നേരത്തെ തന്നെ എത്തുക, അതിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതൊക്കെ എടുത്ത് കൊണ്ട് പോയി കൃത്യമായിട്ട് എഴുതുക. ബാക്കിയുള്ള കാര്യങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ട, പരീക്ഷ എഴുതി കിട്ടും. ഓക്കെ അമൽ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ഏത് ജില്ലയിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്ന് ആ ഒരു ഘട്ടത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട്. ഇപ്പം നമ്മൾ ഇഷ്ടംപോലെ ആപ്ലിക്കൻസ് ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്താൽ കിട്ടുമോ, അല്ലെങ്കിൽ എവിടെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കുറേയധികം കൺഫ്യൂഷൻ. അത് 2-3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് എവിടെ അപേക്ഷിച്ചാലും ഏകദേശം ഈക്വൽ ചാൻസ് ഉണ്ട്. റിസർവേഷൻ കാറ്റഗറി ഉള്ളതാണെങ്കിൽ ഇപ്പൊ ട്രിവാൻഡ്രം സൈഡിലാണെങ്കിൽ നാടാർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൂടുതലുണ്ട്. അപ്പൊ അവർ കുറവുള്ള സ്ഥലത്തേക്ക് ഇപ്പൊ വയനാട്ടിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ജില്ലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട്. അതിൽ ജനറൽ കാറ്റഗറി പെടുന്ന ആളുകൾ കൂടുതലായിട്ട് മത്സരിക്കുന്ന ജില്ലയാണ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം. അപ്പൊ നമ്മൾ അവിടെ ഉള്ള ഒരു സംഭവം ക്വസ്റ്റ്യനും കുറച്ച് കട്ട് ചെയ്യാനുള്ള സാധ്യത തീർത്തും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മുടെ നിലവാരം കുറച്ചുകൂടി ഒന്ന് ഉയർത്തുന്നതായിരിക്കും ഏറ്റവും ബുദ്ധി. കൂടുതൽ പരീക്ഷകൾ നമ്മൾ ചെയ്തു നോക്കുക. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ചൈന എന്നുള്ള ഒരു ഉത്തരം LDC പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുന്നു. അപ്പൊ ചൈനയെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഉടനെ വരുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമാണ്, ഏറ്റവും അധികം ജനസംഖ്യ കൂടിയ രാജ്യം. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം. ഏറ്റവും അധികം സ്ത്രീകളും ഏറ്റവും അധികം പുരുഷന്മാരും ഏറ്റവും അധികം കുട്ടികളും ഏറ്റവും അധികം മൊബൈൽ ഫോണും ഉള്ളത് ചൈനയിലാണ്. ഏറ്റവും അധികം കൃഷി ഭൂമിയും ഉള്ളത് ചൈനയിലാണ്. അപ്പൊ ഒപ്പം തന്നെ നമ്മൾ ഓർക്കുക, ഏറ്റവും അധികം ഗോതമ്പ്, ഏറ്റവും അധികം നെൽകൃഷി കൂടുതലാണ്, ഏറ്റവും അധികം ഉള്ളി പോലെയുള്ള വർഗ്ഗങ്ങൾ കൃഷി കൂടുതലാണ്, ചീരയുടെ കൃഷി കൂടുതലാണ്. പിന്നെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ മേടിക്കുന്ന ക്യാരറ്റ്, ആപ്പിള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ആട്, ചെമ്മരിയാട്, വൂൾ ഇതൊക്കെ കൂടുതലാണ്. പിന്നെ ചൈനയെ സംബന്ധിച്ച് ചൈനയിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എയർപോർട്ടും ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ലൈനും ചൈനയിലാണുള്ളത്. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നു. അക്സായ് ചീൻ എന്ന് പറയുന്ന പ്രദേശം ചൈന കൈവശപ്പെടുത്തി. നേഫ എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിന്റെ പഴയ പേരാണെന്ന് നമ്മൾ പഠിക്കും. അപ്പൊ ചൈന അത് ക്ലെയിം ചെയ്തിട്ടുണ്ട് ചൈനയുടെ നിന്നിട്ട്. അപ്പൊ അത് സംബന്ധിച്ച് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് സമഗ്രമായിട്ട് പഠിക്കുക. നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കുറേശ്ശെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് പകരം LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുക, അതിന്റെ ഓപ്ഷൻസ് വെക്കുക, അതിനെക്കുറിച്ച് ഇപ്പൊ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ഒരു 200 പേജിന്റെ ബുക്ക് എടുക്കുക. ഇപ്പൊ 1ാമത്തെ പേജ് ഗാന്ധിജി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ എഴുതി. അടുത്ത പേജ് ചൈന എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ചൈനയെ കുറിച്ചുള്ള എല്ലാ വിവരം. അങ്ങനെ സമഗ്രമായിട്ട് നമ്മൾ സമഗ്രമായിട്ട് പഠിക്കുക. അറിയാത്ത കാര്യം വായിക്കുക, ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ഒരു 20 തവണയെങ്കിലും നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ 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 നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ് മാഡം. ഓക്കെ, പേരെന്താണ്? ഷിബിന. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. ഓക്കെ. ഹലോ ഹലോ പറയൂ.
ഹലോ സാറേ, ഞാൻ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ LDC എഴുതാൻ പോകുന്നത്. അതിന് മുമ്പ് 2 എക്സാം എഴുതിയായിരുന്നു. പക്ഷെ 2നും നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. മാത്സിനൊക്കെ ആണെങ്കിലും വലിയ ഇതില്ല. പിന്നെ GK മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി അറിയാവുന്നത്. അപ്പൊ സപ്ലിയിൽ വന്ന് കയറിയാലല്ലേ നമുക്ക് മെയിൻ ലിസ്റ്റോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നമുക്കറിയില്ല എന്നുള്ളത് ആദ്യമേ ചിന്തിച്ച് നിർത്തിക്കോ. ഇവിടെ ഇനി അറിയാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പരീക്ഷയിൽ എഴുതുമ്പോൾ, യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ SLC അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ +2 ഒക്കെ എഴുതുമ്പോൾ അടുത്തുള്ള പേപ്പറിൽ നിന്ന് നമുക്ക് നോക്കി എഴുതാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. ഇവിടെ നോക്കി എഴുതിയാൽ നെഗറ്റീവ് മാർക്ക് വരും. അടുത്തുള്ള ആൾക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേപ്പറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അടുത്തുള്ള ആൾ എത്ര എണ്ണം എഴുതിയെന്നോ കണ്ടമാനം എഴുതിയെന്നോ ഒന്നും ശ്രദ്ധിക്കേണ്ട. പിന്നെ രണ്ടാമതായിട്ട്, നമ്മൾ വീക്കാണെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾക്ക് നമ്മൾ കൂടുതലായിട്ട് ഒരു ദിവസം ഒരു 30 കണക്കെങ്കിലും ഏതെങ്കിലും ഒരു 3 പ്രധാന പുസ്തകങ്ങൾ മേടിച്ചിട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഏതെങ്കിലും മിക്കവാറും എല്ലാ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും നല്ല പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ചെയ്ത് നോക്കി ഒരു 30 കണക്കെങ്കിലും കൂടുതൽ ചെയ്തു നോക്കുക. എല്ലാ വിഷയങ്ങളും ഒരുപോലെ പഠിക്കുക. 10 വിഷയങ്ങളുണ്ട്. 10 വിഷയങ്ങളും ഒരു ദിവസം പഠിക്കാൻ പറ്റുകയില്ല. 3 വിഷയങ്ങൾ വീതം ഓരോ ദിവസം പഠിക്കുക. 3 ദിവസം കൊണ്ട് 10 വിഷയങ്ങളും തീർക്കുക. 4ാമത്തെ ദിവസം പരീക്ഷകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാൻ വേണ്ടി വിനിയോഗിക്കുക. കൂട്ടായിട്ടിരുന്ന് പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും. കമ്പൈൻ സ്റ്റഡി കുറച്ച് പേരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, നിങ്ങൾ പല സബ്ജക്റ്റ് ഉള്ളവർ പഠിക്കുമ്പോൾ ഓരോ ദിവസം ഓരോരുത്തർ ഒരു 20 ക്വസ്റ്റ്യൻ വീതം കൊണ്ടുവരിക. 10 പേരുണ്ടെങ്കിൽ 200 ക്വസ്റ്റ്യൻ പഠിച്ചു തരും. 200 ക്വസ്റ്റ്യൻ 200 ദിവസം പഠിക്കുമ്പോഴേക്കും എത്ര ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏകദേശം 40,000 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കാണും. 50,000 ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ LDC പരീക്ഷയിൽ ആദ്യ ഒരു 500 റാങ്കിൽ വരാം. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇനി നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠത്തിലേക്ക് തിരിച്ചെത്താം. ചായക്കൂട്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം 5:05. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. LDC പരീക്ഷയ്ക്ക് എങ്ങനെ ഒരുങ്ങാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സാമൂഹ്യ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. PSC പരീക്ഷാ പരിശീലകനായ ശ്രീ ജയ്ക്കർ തലയോലപ്പറമ്പാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സർ, നമ്മളിപ്പോൾ ഈ പരിശീലനം എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇത്രയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വരുമ്പോഴേക്കും മുൻപ് പഠിച്ച പല കാര്യങ്ങളും മറക്കാനുള്ള സാധ്യതയില്ലേ? പ്രത്യേകിച്ച് പല പരീക്ഷകൾക്കും വർഷങ്ങൾ, ഏതൊക്കെ വർഷങ്ങളിൽ ഏതെല്ലാം സംഭവങ്ങൾ നടന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഇത് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഇപ്പോൾ 1947 എല്ലാവർക്കും അറിയാവുന്ന ഒരു വർഷമാണ്. അല്ലെങ്കിൽ നമ്മളെ ബർത്ത് വർഷം, ഇപ്പൊ ഒരു ജനിച്ച ഒരു വർഷം, അത് ഒരിക്കലും ഒരാൾ മറക്കത്തില്ല. അപ്പൊ 1947 എല്ലാവർക്കും അറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. ഇതിന് 90 വർഷം മുമ്പാണ് 1ാം സ്വാതന്ത്ര്യ സമരം നടന്നത്, 1857. അതിന് 100 വർഷം മുമ്പാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആധിപത്യം നേടിയിട്ടുള്ള പ്ലാസി യുദ്ധം നടന്നത്. അപ്പൊ 1757 പ്ലാസി യുദ്ധം നടന്നു എന്ന് നമ്മൾ പഠിച്ചു. 1857 1ാം സ്വാതന്ത്ര്യ സമരം നടന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ പഠിക്കുമ്പോൾ 2 വനിതകൾ അതിൽ പ്രധാനപ്പെട്ടതുണ്ട്. അപ്പോൾ വനിതകളായിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് അത് ഓർത്താം. ഒന്ന്, എല്ലാവർക്കും അറിയാം, ഝാൻസി റാണി, മണികർണിക എന്ന പേരിൽ കാശിയിൽ ജനിച്ച ഝാൻസി റാണി 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്ന അധികം ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത LDC പരീക്ഷയിൽ ഒരു 200 തവണയെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിൽ, കുറച്ച് ലക്ക് ഉള്ള ആളാന്ന് വിചാരിക്കുക, ലക്നൌവിലെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ആളാണ്. 1947 90 വർഷം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി. അതിന് 2 വർഷം മുമ്പാണ് 2ാം ലോക മഹായുദ്ധം തീർന്നത്. 2 വർഷം മുമ്പ് 2ാം ലോക മഹായുദ്ധം തീർന്നു. 1945 തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ച് ഏറ്റവും അധികം കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്ന ഒരു കാര്യം, അവസാനം ജോയിൻ ചെയ്ത രാജ്യമേത്? അത് ഓർക്കാൻ വളരെ എളുപ്പ ഒരു മാർഗമുണ്ട്. EMSനെ എല്ലാവർക്കും അറിയാം, ഈസ്റ്റ് തിമോർ, മോണ്ടിനെഗ്രോ എന്ന് പറയുന്ന രാജ്യം. അത് കഴിഞ്ഞു പിന്നെ സൗത്ത് സുഡാനാണ് അവസാനം ചേർന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നമുക്കറിയാവുന്ന വർഷങ്ങളുമായി അറിയാത്ത വർഷങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുക. 1947 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യം യൂറോപ്പിൽ നിലവിൽ വന്നു. DMK നിലവിൽ വന്നു. 1949 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നതും മാവോ സേതുങ് അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത്.
1947 കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോൾ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ ഫ്രഞ്ച് കോളനികൾ ഏതൊക്കെയെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി, മയ്യഴി കേരളത്തിൽ ഉണ്ടായിരുന്ന മയ്യഴി, യാനം എന്ന് പറയുന്ന ആന്ധ്രയിലുള്ള സ്ഥലം, കാരക്കൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ തന്നെയുള്ള സ്ഥലം, ഇതൊക്കെ ഫ്രഞ്ച് കോളനികളായിരുന്നു. ഇത് വിട്ട് അവർ പോയി. ഈ വർഷം തന്നെയാണ് പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പിടുന്നത്. 14 വർഷം കഴിഞ്ഞപ്പോൾ 1947 കഴിഞ്ഞ് 14 വർഷം കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസുകാർ ഓപ്പറേഷൻ വിജയുടെ ഭാഗമായിട്ട് ഇന്ത്യ വിട്ടുപോയി. അർജുന അവാർഡ് തുടങ്ങി 1961. അപ്പോൾ ഒരു ഇയറുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, ഒരു ഇമേജുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ട് അതിൽ പസഫിക് എന്ന് എഴുതി വെക്കുക. അപ്പൊ പസഫിക്കിന് എന്ത് ഷേപ്പാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വന്നു ട്രയാങ്കിൾ ഷേപ്പ്. നേപ്പാളിന്റെ പതാക ട്രയാങ്കിൾ ഷേപ്പിലുള്ളതാണ്. ഓക്കെ, ഒരു ഇമേജുമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അറിയാത്ത വായിച്ച് റെക്കോർഡ് ചെയ്ത്, എല്ലാവരുടെയും ഫോണിൽ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്, റെക്കോർഡ് ചെയ്ത് ഒരു 20 തവണയോ 30 തവണയോ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കേൾക്കുക. അറിയാത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ കേൾക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വീക്ക് ആയിട്ടുള്ള കണക്കൊക്കെ ഒരു 30 തവണയെങ്കിലും ചെയ്യുക. ഇംഗ്ലീഷ് ഒരു 20 എണ്ണം പഠിക്കുക. മലയാളം ഒരു 10 എണ്ണം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് പഠിക്കുക. ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടും. പരീക്ഷയ്ക്ക് 50% വേണ്ടത് കോൺഫിഡൻസ് ആണ്, 50% നോളജ് വേണം. ആ സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചു പോയാലും നമ്മൾ ആകെ ഫെയിലിയർ ആവും, അല്ലെങ്കിൽ താഴേക്ക് പോകും. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം സർ. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, എന്റെ പേര് മുഹമ്മദ് മുനീർ, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സാറിനോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് മാത്സിലും ഇംഗ്ലീഷിലും അല്പം വീക്കാണ്. അപ്പോ അതിനുവേണ്ടി ഏത് ടെക്സ്റ്റ് അവലംബിക്കാം? കണക്കിലെ എളുപ്പവഴികൾ എന്ന് പറയുന്ന പുസ്തകം, കണക്കിലെ രസതന്ത്രം എന്നൊക്കെ പറയുന്ന പുസ്തകം വിപണിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള വിഷയങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾ മാർക്കറ്റിൽ പോവുക, നോക്കുക. അതിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏത് പുസ്തകമാണെന്ന് നിങ്ങൾ നോക്കുക, അത് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വരുന്ന കണക്കുകളെല്ലാം ചെയ്ത് നോക്കുക. ഇപ്പൊ കണക്കിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ ബോർഡ് മാസ് റൂൾ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ട്രെയിനിനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ലാസാഗു ഊസാഗ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ദശാംശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉറപ്പാണ്. കൂട്ടുപലിശയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉറപ്പാണ്. ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉറപ്പാണ്. പിന്നെ കൃത്യംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടതും ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളും ഉറപ്പാണ്. ഇത് നമ്മൾ കൃത്യം മിനിമം ആയിട്ട് 10 സെക്ഷൻസ് ഉണ്ട്. ഈ 10 സെക്ഷനിൽ കൃത്യമായിട്ട് ഒരു 100 കണക്കുകൾ വീതം 1000 കണക്കുകൾ ചെയ്തു നോക്കിയാൽ നമ്മുടെ പ്രശ്നം നമ്മൾ തീർന്നു. ഒരു പ്രശ്നമില്ല. പിന്നെ പെരുക്കപ്പട്ടിക പഠിക്കുക. ഒരു 30 വരെയുള്ള 30x30 വരെയുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, 1 തൊട്ട്. അതുണ്ടെങ്കിൽ നമുക്ക് കണക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ 450-നെ 10% എത്രയെന്ന് വെച്ചാൽ നമ്മൾ എന്താ കണക്ക് പഠിച്ചവരെന്താ ഉടനെ ചെയ്യുന്നത്? ഉടനെ 450 × 10/100 എന്ന് എഴുതി വെക്കുക. നമ്മൾ അതൊന്നും ചെയ്യണ്ട. നമ്മൾ ആ 0 ഉടനെ എടുത്ത് അങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പൊ നമ്മുടെ മനസ്സിൽ കണക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എപ്പോഴും എഴുതി വരുമ്പോൾ നമ്മുടെ സമയം പോകും. പിന്നെ LDC പരീക്ഷയ്ക്ക് പറയാനുള്ള ഒരു ടിപ്പ്, കണക്കിനെ സംബന്ധിച്ച് 1 മിനിറ്റിൽ കൂടുതൽ വരുന്ന കണക്കുകൾ വിട്ട് കളഞ്ഞാലും കുഴപ്പമൊന്നും വരാനില്ല. ഒരു 16 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഓക്കെ, റാങ്ക് ലെവലിലാണ്. നമ്മളൊരു 10 താഴെ പോയാൽ ഓക്കെ. പക്ക ലെവലാണെങ്കിൽ കണക്കും മെന്റൽ എബിലിറ്റിയും 10ഉം 10ഉം 20 മാർക്ക് വരും. അതിൽ 15 മാർക്കെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ കണക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു രീതി സാർ ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ തുടർച്ചയായി PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ. മാതൃകാ ചോദ്യ പേപ്പറുകൾ അല്ലെങ്കിൽ മുൻപ് ചോദിച്ച ചോദ്യങ്ങളുടെ പേപ്പറുകളൊക്കെ എടുത്ത് അത് പരിശീലിക്കുന്നതിലൂടെ നമുക്ക് എത്രത്തോളം ഇതിൽ മികവ് കാട്ടാൻ? നമുക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ഇദ്ദേഹം നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. 1931 നമ്മളിപ്പോ പഠിക്കുമ്പോഴേക്കും ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമായ വർഷമാണ് 1930. അപ്പൊ APJ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15-ാം തീയതിയാണ് രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത്, വളരെ പാവപ്പെട്ട ഒരു സ്ഥലത്ത് ജനിച്ചത്. അവിടെ നിന്ന് ജനിച്ച പത്രം വിതരണം ചെയ്തിരുന്ന ഒരു മത്സ്യബന്ധന ബോട്ടിലെ ഡ്രൈവറായിരുന്ന ഒരു വ്യക്തിയുടെ മകനായിരുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ഉയരങ്ങളിൽ എത്താൻ പറ്റുമെങ്കിൽ സ്ഥിരോത്സാഹം വഴി നമുക്ക് അതിനേലും ഉയരങ്ങളിൽ എത്താൻ പറ്റും. അത് അത്രയധികം സൗകര്യങ്ങൾ നമുക്കിപ്പോ ഉണ്ട്. വാട്സാപ്പ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമുക്ക് ചോദിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഉള്ള സമയത്തല്ല, പരീക്ഷയ്ക്ക് മുമ്പുള്ള സമയത്ത് ചോദിച്ച് പഠിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. എല്ലാ വിഷയങ്ങളിലും അത്യാവശ്യം നോളജുള്ള ചെറുപ്പക്കാർ ഓരോ മേഖലയിലും ഉണ്ട്. അപ്പൊ കുറച്ച് സമയം നമ്മളൊരു ഒരു ടാർഗറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഒരു കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക.
പ്രാക്ടീസ് കൂടുതൽ ചെയ്തു നോക്കുക. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ മനസ്സിൽ ഒരു പാഷനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏത് ടെസ്റ്റിനും എഴുതിയെടുക്കാം. ഈ നെഗറ്റീവ് മാർക്കിനെയാണല്ലോ എല്ലാ ഉദ്യോഗാർത്ഥികളും ഭയക്കുന്നത്. അപ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തി ധാരാളം ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ കൂടുതൽ അതിനുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്നു, കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് ആ രീതിയിൽ എങ്ങനെയാണ് ശരിയായ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു തന്ത്രം 4 ചോയ്സുകൾ തരുന്നുണ്ട്. അപ്പൊ 4 ചോയ്സ് 2 ചോയ്സ് എങ്കിലും നമുക്ക് തെറ്റാണെന്ന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നും അറിയാത്തത് കറക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ മൈനസ് മാർക്ക് എടുത്ത് ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള സ്ഥിതിക്ക് നമ്മൾ വളരെ താഴേക്ക് പോകും. അപ്പൊ നമ്മൾ ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാതെ 2 ക്വസ്റ്റ്യൻ എങ്കിലും തെറ്റാണെന്നുള്ള ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു പേടിയും നമുക്ക് വേണ്ട. നമുക്കൊരു 80 മാർക്ക് ലെവലിലായിരിക്കണം ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് 100 മാർക്ക് ലെവലിൽ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാത്ത വരുമെന്നുള്ള വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകുക. കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ നമുക്ക് 100 മാർക്കിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര സമയം പഠിക്കണം? ഒരു ദിവസം ഒരു വിഷയം 1 മണിക്കൂർ വീതം 3 വിഷയങ്ങളെങ്കിലും പഠിച്ചിരിക്കണം. 3 മണിക്കൂർ പഠിച്ചാൽ മതി. ചിലവർ 16 മണിക്കൂർ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അതായി കഴിയുമ്പോൾ ആകെ ടെൻഷൻ ആകും നമുക്ക്. നമ്മൾ പഠിക്കുന്നതൊക്കെ മറന്നു പോകും. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക. ഒപ്പം തന്നെ 1 മണിക്കൂർ വീതം 3 സെഷൻസ് ആയിട്ട് അല്ലെങ്കിൽ 4 സെഷൻസ് ആയിട്ട് 4 മണിക്കൂർ നോക്കാം. കൂടുതൽ സമയമുള്ളവർക്കാണെങ്കിൽ 4 മണിക്കൂർ നോക്കാം. അത്രയും നോക്കിയാൽ മതി. അത്രയും നമുക്ക് കോൺസെൻട്രേഷൻ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കാം, സമയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം. നമുക്ക് കൂട്ടുകാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അത് പഠിക്കുന്ന കാര്യങ്ങൾ, വേറെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്ത കാര്യമില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയിച്ചെടുക്കാൻ പറ്റും. ഗ്രൂപ്പ് സ്റ്റഡിയാണ് വളരെ നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ, ഒന്നിച്ചിരുന്ന് പഠിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഇനി അടുത്ത കോളിലേക്ക് പോവാം. ഹലോ 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 നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ നീതു ആണ്, എറണാകുളത്ത് നിന്ന് വിളിക്കണോ? ഓക്കെ, ചോദിച്ചോളൂ സാറിനോട്. സർ, ഞാൻ 10th വരെ CBSE പഠിച്ചേ. അത് കഴിഞ്ഞിട്ട് മലയാളം ഒന്നും ഒരു ടച്ച് ഇല്ല. അപ്പൊ മലയാളം അല്ലേ ഇനിയിപ്പോ LDCയിൽ വരുന്നത്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിരിക്കോ? നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് വായിക്കാനുള്ള ഒരു എബിലിറ്റി 2-3 മാസം കൊണ്ട് നമ്മൾ കേരളത്തിലുള്ളവർക്കൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഈ CBSE പഠിച്ചവരാണെങ്കിലും ഒരു മലയാളമായിട്ട് വായിക്കാനുള്ള ഒരു ഫെമിലിയാരിറ്റി ഉണ്ടല്ലോ, അത് മതി. അപ്പൊ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് മലയാളം പത്രങ്ങളും ചാനലും ഒക്കെ നോക്കുക, കൂടുതലായിട്ട് വായിക്കുക, എല്ലാ കാര്യങ്ങളും എഴുതിയെടുക്കാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും, കണക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. മലയാളം സെക്ഷൻ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും, അത് 10 മാർക്കുണ്ട്, അത് പഠിച്ചെടുക്കാം. അതിന്റെ മലയാളം സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ 1 മാർക്ക് ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. 5 മാർക്ക് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വരുന്നത്. മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ലോൺസ് ഓരോ വാക്കുകൾ ഏത് ഭാഷയിൽ നിന്ന് എടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു. 5 മാർക്ക് ഗ്രാമർ പാർട്ടാണ്. അതിലെ സന്ധി, സമാസം, ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ അവാർഡുകൾ, ഇപ്പൊ വള്ളത്തോൾ അവാർഡ് ആർക്ക് കിട്ടി, എഴുത്തച്ഛൻ അവാർഡ് ആർക്ക് കിട്ടി, വയലാർ അവാർഡ് ആർക്ക് കിട്ടി, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്ക് കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഞാൻ ആദ്യമായിട്ട് PSC LDC എഴുതാൻ പോവാണ്. അപ്പൊ കോച്ചിങ്ങിന് വല്ലതും പോയി പഠിക്കണോ, അതോ ബുക്ക് റെഫർ ചെയ്ത് പഠിച്ചാൽ മതി? ഇത് ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആദ്യം കഴിയും. നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അതിന് എന്താണെന്നുള്ള മനസ്സിലാക്കണം. അപ്പൊ അത് ചെയ്ത് നോക്കുക, അത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് ഒരു 50% നെറ്റ് മാർക്ക്, നെഗറ്റീവ് കഴിഞ്ഞ 50% മാർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു കോച്ചിങ്ങിന് പോകേണ്ടതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം പോകണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, വിളിച്ചതിന് നന്ദി. താങ്ക് യു. ഇതുപോലെ നമുക്കിപ്പോൾ പല വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് LDC പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ PG കഴിഞ്ഞ ഉടനെയോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് അത് കിട്ടാൻ എളുപ്പമാണ് എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അത് ശരിയാണോ സർ? ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ PG കഴിഞ്ഞ ആളുകൾക്ക് 2 ഉദ്ദേശം എഴുതുന്നവരുണ്ടാവും. ഒന്ന് എല്ലാവരും പോയി എഴുതുന്നു, ഞാനും പോയി എഴുതുന്നു, അങ്ങനെയുള്ള ഒരു ഉദ്ദേശം പോയി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ പരീക്ഷയുടെ ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള 10 സെക്ഷൻസ് ഇന്നതാണെന്നും ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതാണെന്നും ഇന്ന സമയത്തിനുള്ളിൽ പഠിക്കേണ്ടതാണെന്നുള്ള ഒരു കൃത്യമായ ധാരണയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി എഴുതിയെടുക്കാം. പിന്നെ നമുക്കിപ്പോ കൂടുതൽ അറിവുണ്ടെങ്കിൽ കൂടുതൽ തെറ്റാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ നമ്മൾ 2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ അറിവ് നമ്മൾ നേടിയെടുക്കുന്നു, അപ്പൊ അറിവ് നേടിയെടുക്കുന്നത് ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തറവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ 10ാം ക്ലാസ് ഉള്ളവർക്ക് എഴുതാം, +2 കഴിഞ്ഞവർക്ക് എഴുതാം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്ക് എഴുതാം, ഡിഗ്രി കഴിഞ്ഞവർക്ക് എഴുതാം, PG ഉള്ളവരുണ്ട്, ഡോക്ടറേറ്റ് ഉള്ള MTech ഉള്ള ആളുകൾ ഞാനൊരു സൗജന്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ MTech കഴിഞ്ഞ 10,000 പേരിൽ ഏതാണ്ട് 70 പേര് MTech കഴിഞ്ഞ ആളുകളാണ് LDC പരീക്ഷ എഴുതുന്നത്. അപ്പൊ LDC പരീക്ഷയുടെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ LDC പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ തഹസിൽദാർ വരെ ആകാൻ പറ്റും. LD ക്ലർക്കായിട്ട് കയറുന്നവർക്ക് വില്ലേജിലാണെങ്കിൽ, അല്ലെങ്കിൽ ജൂനിയർ സൂപ്രണ്ടായിട്ട് കയറാൻ പറ്റും. UD ക്ലർക്കായിട്ട് വളരെ മിക്ക ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഇന്ന് ഭക്ഷ്യവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ നേരത്തെ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു യാത്രയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഭക്ഷ്യവകുപ്പിൽ
പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ UDC പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന വളരെ ഹൈ ലെവൽ പോസ്റ്റിലേക്ക് നിലവിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരുന്നവരെ വന്നു കഴിഞ്ഞാൽ PG ഉള്ള ആളുകൾക്കായിരിക്കും ഡയറക്റ്റ് ഹൈ പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. അതുവരെ LDC പോസ്റ്റിലുള്ള ആൾക്ക് വളരെയധികം സാധ്യതകളുണ്ട്. അപ്പൊ ഏറ്റവും 10ാം ക്ലാസ് ഉള്ള ആൾക്കുള്ള അവസാനത്തെ പരീക്ഷ ആയിരിക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കേൾക്കുന്നു. അത് കഴിഞ്ഞ് +2 അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾക്ക് എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഉറച്ച കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ നടന്നോളൂ. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ നമസ്കാരം. എന്റെ പേര് ജയദേവ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ സാറിനോട്. സർ, ഇപ്രാവശ്യം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏത് മേഖലയെന്നാവും? 10 മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസ്, കണക്കുമായിട്ട് ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ്, മെന്റൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ്, മലയാളവുമായിട്ട് ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 50 ക്വസ്റ്റ്യൻസ്, ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട 50 ക്വസ്റ്റ്യൻസ്, അതിൽ കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട് 15 മാർക്ക്, 5 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനും വനിതാ കമ്മീഷൻ അങ്ങനെയുള്ള കമ്മീഷനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഇന്ത്യ, കേരള നവോത്ഥാനം, ഇന്ത്യൻ ജോഗ്രഫി എന്നീ മേഖലയിൽ നിന്നുള്ള മാർക്കുകളായിരിക്കും ബാക്കിയുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആവർത്തിക്കാൻ സാധ്യത? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 25% കണക്കുമായിട്ട് ബന്ധപ്പെട്ടും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടും നിർബന്ധമായിട്ട് ആവർത്തിക്കുന്നതായിട്ടാണ് ഞാൻ ഏകദേശം ഒരു 3 കോടിയോളം ക്വസ്റ്റ്യൻസ് LDCയുമായിട്ട് ബന്ധപ്പെട്ട 3 കോടിയോളം ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി നോക്കി. അപ്പൊ അത് ഓരോ ക്വസ്റ്റ്യൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം വരെ അതിൽ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നോക്കിയപ്പോഴേക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് പേരുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണ് ഒരു കണക്ക് ചോദിച്ചിരിക്കുന്നെങ്കിൽ അടുത്തത് രാമൻ എന്നുള്ള വ്യക്തിയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ തോമസ് എന്നുള്ള വ്യക്തിയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ റഹീം എന്നുള്ള വ്യക്തിയെ കുറിച്ചായിരിക്കും. പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടാവുന്നില്ലല്ലോ. അല്ലെങ്കിൽ പ്രധാനമന്ത്രി. സർ, ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ടോ? ആ വ്യക്തികളെ കുറിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ കൽക്കട്ടയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ പഠിക്കുന്നു. അപ്പൊ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. രാജാറാം മോഹൻ റോയിനെ കുറിച്ച് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിത്തരഞ്ജൻ ദാസിനെ കുറിച്ച് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അരവിന്ദോ ഘോഷിനെ കുറിച്ച് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ജ്യോതി ബസുവിനെ കുറിച്ച് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ മഹാരാഷ്ട്രയെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജ്യോതിബ ഫുലെ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ബാലഗംഗാധര തിലകിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഗോഖലെയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഒരു 200 പേജുള്ള ബുക്ക് എടുക്കുക. ഓരോ പേജിന്റെ ടൈറ്റിലായിട്ട് ഓരോ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് കൊടുക്കുക. അയാളെ കുറിച്ച് പത്രം വായിക്കുമ്പോഴും LDC പഠിക്കുമ്പോഴും എന്ത് പുതിയ അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേജിൽ എഴുതി വെക്കുക, വായിക്കുക, റെക്കോർഡ് ചെയ്യുക, ഒരു 20 തവണ കേൾക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജോലി തീർന്നു. നിങ്ങളുടെ പഠിത്തം എന്നുള്ള ഭയങ്കര സ്ട്രെയിൻ ഉള്ള ഒരു കാര്യമായിട്ടാണ് മിക്കവരും വിചാരിക്കുന്നത്. അത് സ്ട്രെയിനുള്ള കാര്യമല്ല, വളരെ രസകരമായ ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം കൂടി കാണിച്ചു തരാം. ഇപ്പൊ കർണാടകത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അപ്പൊ നമ്മൾ കർണാടകത്തെ കുറിച്ച് ബൈഹാർട്ട് പഠിക്കുന്നതിന് പകരം ഐശ്വര്യ റായി ഇപ്പൊ കർണാടകത്തിൽ ജനിച്ചാണെന്ന് നമുക്കറിയാം. കന്നഡ വെച്ച, പട്ടസാരി കൊടുത്ത, ചന്ദനക്കുറി കഴിഞ്ഞ, കാപ്പി കുടിക്കുന്ന ഐശ്വര്യ റായിയെ സങ്കല്പിക്കുക. അപ്പൊ കന്നഡയാണ് കർണാടകത്തിലെ ഭാഷ. പട്ടിന്റെ ഉൽപാദനം ഏറ്റവും അധികം ഉള്ളത് കർണാടകത്തിലാണ്. അപ്പൊ ഈ പട്ടിന്റെ ബോർഡ് ഏറ്റവും അധികം കർണാടകത്തിലാണുള്ളത്. പട്ടിന്റെ സിൽക്ക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കർണാടകത്തിലാണുള്ളത്. കോഫി ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണുള്ളത്. അപ്പൊ കർണാടകത്തിന്റെ തലസ്ഥാനം ബാംഗ്ലൂർ. അപ്പൊ ISROയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഐശ്വര്യ റായി ISROയിൽ പോകാറുണ്ട് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ ലാൽബാഗിൽ ഇവർ പോകാറുണ്ട്. അപ്പൊ ഇമാജിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും കർണാടകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. അല്ലെങ്കിൽ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നുള്ള ഓർക്കുമ്പോൾ ഐശ്വര്യ റായി സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് തലസ്ഥാനം ലോകത്തിന്റെ എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഐശ്വര്യ റായി യക്ഷഗാനം കാണാറുണ്ട്. അപ്പൊ കർണാടകത്തിലെ കലാരൂപമാണ് യക്ഷഗാനം. ഐശ്വര്യ റായിക്ക് ഇഷ്ടപ്പെട്ട പിക്നിക് സ്പോട്ട് ജോഗ് ഫോൾസ് ആണ്. അപ്പൊ ജോഗ് ഫോൾസിൽ ഐശ്വര്യ റായി പോകാറുണ്ട്. അല്ലെങ്കിൽ വാതാപി, കർണാടകത്തിലുള്ള വാതാപി ഗണപതി എന്നുള്ള കച്ചേരി നമ്മൾ കേൾക്കുമ്പോൾ കർണാടകത്തിലാണ് വാതാപി. അല്ലെങ്കിൽ ഹംപി കർണാടകത്തിലാണ്. അപ്പൊ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക, ഒരു ഇമേജിന്റെ സഹായത്തോടു കൂടി പഠിക്കുക. പഠിത്തം എന്നുള്ള ഒരു ഉത്സവമായിരിക്കും, ആഘോഷമായിരിക്കും, സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരിക്കും. നമ്മൾ കുറെ ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, ആർക്കോ വേണ്ടി പഠിക്കുന്നു. അങ്ങനെയുള്ള നിർത്തി നമുക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. നമുക്ക് വിജയിക്കണം, നമുക്ക് ജോലി നേടണം, നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, നമ്മൾ അത് രസകരമായിട്ട് പഠിക്കും എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഐശ്വര്യ റായി തുംഗഭദ്ര നദിക്കരയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ കാവേരി ഉത്ഭവിക്കുന്ന തലക്കാവേരിയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഐശ്വര്യ റായി ഇവിടെ കർണാടകത്തിന്റെ തന്നെ വേറൊരു നഗരത്തിൽ മൈസൂർ, സാംസ്കാരിക തലസ്ഥാനമായ മൈസൂരുവിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും ഫാക്ച്വലായിട്ട് വേണമെന്നില്ല. അപ്പൊ ഇമാജിൻ ചെയ്താൽ എല്ലാ കാര്യവും നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്കിനി അടുത്ത ബ്രേക്കിലേക്ക് പോകാം. ബ്രേക്കിന് ശേഷം സാമൂഹ്യപാഠം തുടരും.
കണിച്ചുകുളങ്ങര ഭരണി മഹോത്സവം തത്സമയ സംരക്ഷണം മാർച്ച് 3 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മുതൽ 6:30 വരെയും 7 മണി മുതൽ 8 മണി വരെയും ദൂരദർശനിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ താജ് മാർബിൾസ് ആൻഡ് ഷോപ്പിംഗ് മാൾ. സാമൂഹ്യപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. PSC പരീക്ഷയായ LDC പരീക്ഷയ്ക്ക് എങ്ങനെ ഒരുങ്ങാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സാമൂഹ്യപാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ശ്രീ ജയ്ക്കർ തലയോലപ്പറമ്പാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സർ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതുന്നവർ പോലും LDC പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട് അല്ലേ? ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫ്രഷ്. നമുക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. ഇപ്പൊ കൂടുതലും കുറച്ച് ഏജ് ഉള്ള ആളുകളാണ് പരീക്ഷ വിജയിക്കുന്നത്. കാര്യം വെച്ചാൽ അവർ ഈ റോബർട്ട് ബ്രൂസിനെ പോലെയാണ്, പലതവണ പരാജയങ്ങൾ ഉണ്ടായപ്പോൾ പക്ഷെ അവർക്കൊരു വാശിയുണ്ട്, എനിക്ക് എഴുതിയെടുക്കണം. അപ്പൊ ആ വാശി കൊണ്ടാണ് അവര് വരുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടി. അപ്പൊ ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ഇനി കുഴപ്പമില്ല, ഇനി അടുത്ത തവണ എഴുതാനില്ല എന്നുള്ള ഒരു സ്വല്പം ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പൊ അത് മാറ്റി ഞാൻ ഇത്തവണ തന്നെ എഴുതിയെടുക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ ആദ്യം എഴുതിയെടുക്കാം. അപ്പൊ നമ്മൾ ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് മേഖലയിലാണ് വീക്ക്, അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക, നമ്മൾ പെർഫെക്റ്റ് ആക്കുക. പിന്നെ ഇമാജിനേഷൻ നമ്മൾ തുറന്നു വിടുക. മധ്യപ്രദേശിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. മധ്യപ്രദേശിൽ നമ്മൾ ഭോപ്പാൽ, ഇൻഡോർ, ഗ്വാളിയർ 3 നഗരങ്ങളുണ്ട്. ബിഗ് മധ്യപ്രദേശ് നമ്മൾ ഓർക്കുക. ഭോപ്പാൽ ബി, ഭോപ്പാലിലെ ബി, ഇൻഡോറിലെ I, ഗ്വാളിയറിലെ G. അപ്പൊ നമ്മൾ ചുമ്മാ ഡ്രൈ ആയിട്ട് പഠിക്കുന്നതിന് പകരം ഇപ്പൊ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇമാജിനേഷൻ ഉപയോഗിച്ച ഒരു കാടാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള ഒരു കാടുള്ള സ്ഥലമാണ് മധ്യപ്രദേശ്. ചമ്പൽക്കാടിനെ കുറിച്ച് നമ്മൾ കേട്ട് കാണും. മധ്യപ്രദേശിലാണ് ചമ്പൽക്കാടിന്റെ ഒരു ഭാഗം ഉത്തർപ്രദേശിലുണ്ട്. അപ്പൊ നമ്മൾ ആ കാട്, ഇന്ത്യയുടെ മധ്യഭാഗത്ത് ഒരു കാടുണ്ട്, മധ്യപ്രദേശ് ഒരു കാടായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യും. അപ്പൊ ആ കാട്ടില് ഇന്ത്യയിലെ ആദ്യത്തെ പത്രക്കടലാസ് നിർമ്മാണശാലയെ നമ്മൾ പഠിക്കുന്നു, നേപ്പാ നഗർ. അപ്പൊ നേപ്പാ നഗറിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല മധ്യപ്രദേശിലാണെന്ന് അറിയില്ല. നമ്മൾ പിന്നീട് ഒരു ദിവസം നോക്കുമ്പോൾ മധ്യപ്രദേശിലാണെന്ന് കാണും. അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മധ്യപ്രദേശ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാടുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പൊ കാട് കൂടുതലുണ്ടെങ്കിൽ കാട്ടില് ആര് കൂടുതലായിരിക്കും? കാട്ടില് മൃഗങ്ങൾ കൂടുതലായിരിക്കും, ഒപ്പം തന്നെ ആദിവാസികൾ കൂടുതലായിരിക്കും. അപ്പൊ ഏറ്റവും അധികം ഗിരിവർഗ്ഗക്കാർ, ഏറ്റവും അധികം ട്രൈബൽസ്, ഏറ്റവും അധികം ഷെഡ്യൂൾഡ് ട്രൈബ്, ഇതൊക്കെ മധ്യപ്രദേശിൽ കൂടുതൽ. പിന്നെ ഫോസിൽ നാഷണൽ പാർക്ക്, കാൻഹ നാഷണൽ പാർക്ക്, ശിവപുരി നാഷണൽ പാർക്ക്, ഇങ്ങനെയുള്ള നാഷണൽ പാർക്കുകൾ മധ്യപ്രദേശ്, പന്ന നാഷണൽ പാർക്ക്, ഇതൊക്കെ മധ്യപ്രദേശിലാണ്. ഈ നാഷണൽ പാർക്കുകളെ കുറിച്ചുള്ള വരാറുണ്ട്. ഇത് എവിടെയാണ്, ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഈ കാട്ടിൽ ഒരു പുഴയുണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യണം. മധ്യപ്രദേശിലെ കാട്ടിൽ ഒരു പുഴയുണ്ട്, അതിന്റെ പേര് നർമ്മദ എന്നാണ്. അല്ലെ ഈ കാട്ടിലൊരു കവിയുണ്ട്, കാളിദാസൻ. അല്ലെ ഈ കാട്ടിലൊരു സംഗീതജ്ഞനുണ്ട്, താൻസൻ. കാട്ടിലൊരു ക്ഷേത്രമുണ്ട്, ഖജുരാഹോ. അല്ലെ ഈ കാട്ടിലൊരു സാഞ്ചി സ്തൂപമുണ്ട്. അപ്പൊ ബുദ്ധൻ സന്ദർശിക്കാത്ത സ്തൂപമാണ് സാഞ്ചി സ്തൂപം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇമാജിനേഷൻ കൊണ്ടുവരിക. പിന്നെ ഇപ്പൊ ഭോപ്പാലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ഭോജ രാജാവാണ് പണിതുകൊണ്ടാണ് ഭോപ്പാൽ എന്നുള്ള പേരുണ്ടായത്. അപ്പൊ മിക്കൊരു സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു സംഭവം ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ചാണ്. നമ്മൾ ദുരന്തത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നഗരത്തെ കുറിച്ചോ ആരുണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഭോപ്പാൽ ദുരന്തമായിട്ട് അത് കണക്ട് ചെയ്തു. അപ്പൊ രാജാ ഭോജ് ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെയാണ്. ഷാംല തടാകക്കരയിലൂടെ നമ്മൾ പോകുന്നതായിട്ട് വിചാരിക്കുക. നമ്മൾ ജോലി കിട്ടി, നല്ല ആദ്യത്തെ ശമ്പളം കൊണ്ട് നമ്മൾ ഒരു ഓൾ ഇന്ത്യ ടൂർ പോകുന്നു. അപ്പൊ മധ്യപ്രദേശിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ഷാംല തടാകക്കരയിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ബീഗംസ് എന്ന് പറയുന്ന റാണിമാരുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് സങ്കല്പിക്കുകയാണ്, ഇവിടെ ബീഗംസ് എന്ന് പറയുന്ന റാണിമാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇൻഡോർ നഗരത്തിലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ ഇൻഡോർ നഗരത്തിൽ നിന്നുള്ള ആളാണ് ഇപ്പോഴത്തെ സ്പീക്കർ, നമ്മുടെ ഒരു സുമിത്ര മഹാജൻ. അല്ലെങ്കിൽ അവിടെ അഹല്യ എന്ന് പറയുന്ന പഴയ ഒരു റാണി ഉണ്ടായിരുന്നു. അവരുടെ പേരിലാണ് ദേവി അഹല്യ സർവകലാശാല അവിടെ ഉള്ളത്. ദേവി അഹല്യ യൂണിവേഴ്സിറ്റി കൂടാതെ അവിടെ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ഗ്വാളിയറുകാരനാണ് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി, മേരി ക്യാവ്യൻ കവിത എഴുതിയ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി. അല്ലെങ്കിൽ മധ്യപ്രദേശ് സർക്കാർ ഒരുപാട് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാളിദാസ് സമ്മാനം, അപ്പൊ മധ്യപ്രദേശുകാരനാണ് കാളിദാസ് എന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ കാളിദാസ് സമ്മാനം മധ്യപ്രദേശിൽ നിന്നാണ് കൊടുക്കുന്നത്. താൻസൻ സമ്മാനം മധ്യപ്രദേശിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളൊരു ഇമാജിനേഷൻ ഉണ്ടാക്കുക, ആദ്യമായിട്ട് പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുക, കൂട്ടുകാരുമായിട്ട് ചേർന്ന് നമ്മൾ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അവരുടെ സഹായത്തോടു കൂടി പഠിക്കുക. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് തയ്യാറെടുക്കുക. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം സർ. ഹലോ 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 നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷിനെ പറ്റി പറയാം. ഇംഗ്ലീഷ് എങ്ങനെ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്യണം? ഓക്കെ, ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ച ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ജസ്റ്റ് ഒന്ന് പറയാം. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന കാര്യങ്ങൾ 20 മാർക്കാണ് ഇംഗ്ലീഷ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ആദ്യമായിട്ട് വരുന്നത് 2 മാർക്കിന് പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2 മാർക്കിന് വരുന്നത് പ്രിപ്പോസിഷനും 2 മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് സിനോണിമും ആന്റോണിമും വരും. അപ്പൊ അങ്ങനെ 6 മാർക്ക് വരെ വരാറുണ്ട്. പിന്നെ മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം, ജെറണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിഫ്ലക്സീവ് പ്രോനൗൺ, കോൺകോർഡ് എന്നീ കാര്യങ്ങൾ വരും. അങ്ങനെ 10 മാർക്ക് വരും.
ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് 4 മുതൽ 5 മാർക്ക് വരെ വരാനുണ്ട്. അപ്പൊ പിന്നെ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും ക്വസ്റ്റ്യൻ ടാഗും നിർബന്ധമായിട്ട് വരാറുണ്ട്. അങ്ങനെ 18 മാർക്ക്. 2 മാർക്ക് മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ഇപ്പൊ ഏറ്റവും പ്രിപ്പോസിഷൻ ആയിരിക്കും ഏറ്റവും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം. അപ്പൊ ഈ ഏറ്റവും ഇപ്പൊ അറ്റ് വരുന്ന പ്രിപ്പോസിഷൻ എല്ലാം ഒരുമിച്ച് പഠിക്കുന്നു. ഐ ആം ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്, ഐ ആം ഗുഡ് അറ്റ് മ്യൂസിക്, ഐ ആം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അപ്പൊ അറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുന്നു. അല്ലെങ്കിൽ ടു വരുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പഠിക്കുന്നു. ഇപ്പൊ സീനിയർ ടു, ജൂനിയർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, ഇങ്ങനെ ടു വരുന്നതൊക്കെ നമ്മൾ ഒരു ബുക്കിൽ 2 എന്ന് എഴുതി വെക്കുന്നു. 2 വരുന്ന അതിനുശേഷം എൽഡർ ടു, പ്രയർ ടു. അപ്പൊ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് എഴുതി വെക്കുന്നു. നമ്മൾ വായിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു, കേൾക്കുന്നു. ഒരു 20 തവണ കേൾക്കുക. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യുന്ന മേഖലയാണ് ഇംഗ്ലീഷ്. അപ്പൊ അത് നന്നായിട്ട് തറവായിട്ട് പഠിക്കുക. പരമാവധി മാർക്ക് നേടാൻ പറ്റുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 സെക്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് സിനോണിംസും ആന്റണിംസ് ആണ്. അത് 10 ലക്ഷം വാക്കുകൾ ഇംഗ്ലീഷ് ഉണ്ട്. അതിൽ നിന്ന് ഏത് വേണമെങ്കിൽ ചോദിക്കാം. പരീക്ഷയ്ക്ക് പക്ഷേ അത്രയും ടഫ് ഒന്നും ചോദിച്ച് ഭാഗ്യവശാൽ കാണുന്നില്ല. അപ്പൊ ഇംഗ്ലീഷ് 18 മാർക്ക് നമുക്ക് അനായാസം നേടാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിൽ നിന്നും നല്ല മാർക്ക് കിട്ടി നിങ്ങൾ നല്ലൊരു ഉദ്യോഗാർത്ഥിയായി കേരള സർവീസിന് കർണാടകത്തിൽ ഈയിടക്ക് പോയപ്പോൾ കണ്ടു, ഗവൺമെന്റ് സർവീസ് ഈസ് ഗോഡ് സർവീസ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഗവൺമെന്റ് സർവീസ് എന്നുള്ളത് പറയുന്നു. അപ്പൊ നിങ്ങൾ ഒരു നല്ലൊരു പൗരനായി, നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി, ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി, എപ്പോഴും സഹായിക്കാനുള്ള ഒരു മനസ്സിലുള്ള ഒരു ഉദ്യോഗസ്ഥനായി പരീക്ഷ എഴുതി PSCയിലൂടെ അപ്പോയിന്റ്മെന്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഈ ഇപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെങ്കിലും അപ്പോൾ പരീക്ഷയിൽ ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും ഒക്കെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പരിശീലിക്കാം? മെന്റൽ എബിലിറ്റിയുടെ ഒരു സംഭവം വെച്ചാല് നമുക്ക് ഡയറക്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും അധികം തെറ്റിപ്പോകുന്നത്. അപ്പൊ പടങ്ങൾ വരച്ച് നമ്മൾ ചെയ്തു നോക്കുക. പിന്നെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. പെട്ടെന്ന് നമുക്ക് ടെൻഷൻ വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഇലക്ട്രിക് ട്രെയിനിന്റെ പുക ഏത് വശത്തേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. പണ്ട് സിവിൽ സർവീസ് ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചതാണ്. അപ്പൊ പ്രശ്നമായ ഒരു വ്യക്തിയെടുക്കെ ചോദിച്ചു ഏത് വശത്തേക്കാണ് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ഇയാൾ പറഞ്ഞ് കിഴക്കോട്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബദ്ധം മനസ്സിലായത് ഇലക്ട്രിക് ട്രെയിനിന് പുക വരുന്നില്ല. അല്ലെങ്കിൽ ഒരു LDCയുടെ തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 കാക്കകൾ ഉണ്ടായിരുന്നു, ഒരു ഇലക്ട്രിക് ലൈനിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇലക്ട്രിക് ലൈനിൽ ഇരുന്നപ്പോൾ ഒരു വേട്ടക്കാരൻ വന്ന് വെടിവെച്ചു. അപ്പൊ മാത്തമാറ്റിക്കൽ രീതിയിലാണ് നമ്മളിത് ചിന്തിക്കുന്നതെങ്കിൽ എത്ര കാക്കകൾ ബാക്കിയുണ്ടാന്ന് പറഞ്ഞാൽ 10 - 1, ഒരെണ്ണം വെടിയേറ്റ് മരിച്ചു. അപ്പൊ ബാക്കി 10 - 1 9 എഴുതും. അപ്പൊ നമുക്ക് ഒരു ഇമാജിനേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ ഇത് മെന്റൽ എബിലിറ്റി ആണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും തന്നെ കാണത്തില്ല. ആ ശബ്ദം കേട്ടപ്പോൾ എല്ലാം മറന്നുപോയി. അപ്പൊ നമ്മൾ അങ്ങനെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം എടുത്ത് കളയാം. ആ ടെൻഷൻ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഏത് പരീക്ഷ എഴുതുക എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ല. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലിയിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല സ്വഭാവക്കാർ കാണും, വരുന്ന ആളുകളും പല സ്വഭാവക്കാരും. പക്ഷെ പരീക്ഷ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. 10,000-8,000-ഓളം പേരെ ഞാൻ പഠിപ്പിച്ച് സർവീസിൽ എത്തിച്ചു. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്കിനി അടുത്ത ബ്രേക്കിലേക്ക് പോവാം. ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠം തുടരും. സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? സാമൂഹ്യ പാഠം തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണി മുതൽ. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. PSC പരീക്ഷാ പരിശീലകനായ ശ്രീ ജേക്കർ തലയോലപ്പറമ്പാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. PSC പരീക്ഷയ്ക്ക് LDC പരീക്ഷയ്ക്കൊക്കെ എങ്ങനെ ഒരുങ്ങാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാർ, നമുക്കൊരു കോളിലേക്ക് പോകാം ഇപ്പോൾ. ഹലോ ഹലോ നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? കൊല്ലത്തിന് സനിയാണ്. ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. കൊല്ലത്തിന് സനിയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കണം. കൊല്ലത്തിന് സനിയാണ്. ഓക്കെ, ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പോ ഇൻട്രസ്റ്റും പരീക്ഷയ്ക്ക് എത്ര ചോദ്യങ്ങളായിരിക്കും വരിക? മോനെ, അത് ഒരു കാര്യം ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സാധാരണ പലിശയും കൂട്ടുപലിശയുമാണ് ഇവിടെ ചോദിക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒരു തുക ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര രൂപയാകും, അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്ര തുകയാകും എന്നുള്ള ചോദ്യങ്ങളാണ് സാധാരണ ചോദിച്ചു കാണുന്നത്. അപ്പൊ കണക്കിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ചെയ്യുന്നതോളം നമുക്ക് കോൺഫിഡൻസ് കൂടുതൽ ചെയ്ത് കിട്ടി. ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ 16 മണിക്കൂർ പ്രാക്ടീസ് ഇപ്പോഴും ചെയ്യാറുണ്ടെന്നാണ് കേൾക്കുന്നത്. കാര്യം വെച്ചാൽ അദ്ദേഹം കളി നിർത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പാഷനാണത്. അതുപോലെ നമ്മൾ കണക്ക് നമ്മൾ വീക്കാണെങ്കിൽ നമ്മളത് കൂടുതൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യേശുദാസ് 70 വയസ്സായി ഇപ്പോഴും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു.
അപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്തു നോക്കുന്തോറും ഈ കണക്കിന്റെ മേഖലയും ഇംഗ്ലീഷിന്റെ മേഖലയും നമ്മൾ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് മാറും. ജനറൽ നോളജ് ആയി കഴിയുമ്പോഴും കൂടുതൽ ഇപ്പൊ ഞാനൊരു 18 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പരീക്ഷയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനേയും കൂടുതൽ എക്സ്പീരിയൻസ് വരും, എക്സ്പെർട്ടൈസ് വരും. അപ്പൊ കൂടുതലായിട്ട് ചെയ്തു നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കുക. ഇന്ന് ചെയ്ത ശേഷം പരീക്ഷയ്ക്കാണ് ചെയ്തു നോക്കുന്നതെങ്കിൽ കിട്ടത്തില്ല കണക്ക്. അപ്പോൾ കണക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, ഒരു കൃത്യമായിട്ടുള്ള ഡ്യൂറേഷനിൽ ചെയ്യണം, സമയം വെച്ച് ചെയ്യണം. 1 മിനിറ്റ് കൂടുതൽ LDC പരീക്ഷയിൽ എടുക്കാൻ പാടില്ലാത്ത ഒരു മേഖലയുമാണ് കണക്ക്. സമയം കൂടുതൽ എടുത്താണ് ഒത്തിരി പേര് മൈനസ് മാർക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ട്രെയിനിങ് സെന്ററുമായിട്ട് കരുതപ്പെട്ട കാര്യങ്ങളല്ല ഇത് ഞാൻ വാട്സാപ്പിലൂടെ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ അവസാന നമ്പർ തരും. നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അതിലേക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പരിപാടിയുടെ അവസാനം കാണിക്കുന്ന നമ്പറിലേക്ക് അയച്ചു തരുന്നുണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ പഠിക്കാവുന്നതാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇപ്പൊ പറഞ്ഞതുപോലെ കണക്ക് വളരെ തുടർച്ചയായിട്ട് നമ്മൾ പരിശീലിക്കേണ്ട ഒന്നാണ് എന്ന് സാർ പറഞ്ഞു. അതുപോലെ പല വിഷയങ്ങളും ഇപ്പോൾ കണക്ക് മെയിൻ വിഷയമായിട്ട് പഠിച്ചവർക്കാണല്ലോ, അത് കാരണം കുറച്ചെങ്കിലും അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കണക്കിനെ സമീപിക്കാൻ. അവർക്ക് ഒറ്റ കുഴപ്പമുള്ളൂ. ഇപ്പൊ ബേസിക് മാത്സ് കഴിഞ്ഞ ഒരാൾ അയാൾ ആദ്യം ചെയ്യുന്ന കണക്കായിരിക്കും. അപ്പൊ 1 or 2 ഇപ്പൊ ഏത് വിഷയമാണെങ്കിലും ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ശ്രദ്ധിക്കുന്നത് ഒരു 20% വളരെ കടിച്ചാൽ പൊട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 50% എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഒരു 30% തീരെ സിമ്പിൾ ആയിരിക്കും. 30 മാർക്ക് എല്ലാവർക്കും കിട്ടുക. ഒരു 80 മാർക്കിലേക്ക് കുറച്ചൊരു കോമ്പറ്റീഷനൂടെ കിട്ടുക. 80 മാർക്കിന് മുകളിലൂടെ വളരെ കുറച്ച് ആൾക്ക് കിട്ടുക. അപ്പൊ നമ്മൾ കണക്കിന്റെ കാര്യത്തിൽ ഈ സംഭവം ഉണ്ട്. അപ്പൊ 2 ക്വസ്റ്റ്യൻ എങ്കിലും ഒന്നെങ്കിൽ ചിലപ്പോൾ ഉത്തരം കിട്ടാത്ത വരുന്ന കേസ് കാണും, അല്ലെങ്കിൽ ഒന്നിലധികം ഉത്തരങ്ങളുള്ള കേസ് കാണും. അപ്പൊ ഈ കണക്ക് പഠിച്ച ആൾക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവർ നിർബന്ധ ബുദ്ധിയായിരിക്കും. അത് എങ്ങനെയെങ്കിലും 20 കിട്ടണം. ആ വാശിയിൽ പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പൊ നമ്മൾ മത്സര പരീക്ഷയുടെ സംഭവം വെച്ചാൽ നമ്മളൊരു സ്ട്രാറ്റജിയാണ്. അതായത് പരമാവധി മാർക്ക് നമുക്ക് എഴുതുന്നവരിൽ കിട്ടുക. 100 കിട്ടുക എന്നുള്ളതല്ല, എഴുതുന്നവരിൽ ഏറ്റവും മാക്സിമം മാർക്ക് കിട്ടുക എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് വിട്ടുകളയേണ്ട കാര്യങ്ങൾ വിട്ടുകളയും. ഇപ്പൊ കണക്ക് മെയിനായിട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യമേ കണക്ക് ചെയ്യുന്നത് മഹാമണ്ഡത്തരമായിരിക്കും. അപ്പൊ അയാൾക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക, കിട്ടാത്ത കാര്യങ്ങൾ വിട്ടുകളയുക, വീണ്ടും അതിലേക്ക് തിരിച്ചു വരിക. ഇതാണ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി. ഇപ്പോൾ സാർ നേരത്തെ നമുക്ക് എങ്ങനെ ഏതെല്ലാം രീതിയിൽ പഠിക്കാം എന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഇമേജിനെ ബേസ് ചെയ്തിട്ട് ഏതെല്ലാം ഏരിയാസ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ മെമ്മറിയിൽ ഇത് എങ്ങനെ സൂക്ഷിക്കാം, നമ്മുടെ ഓർമ്മശക്തി കൂട്ടത്തക്ക രീതിയിൽ എങ്ങനെ ഇത് നമുക്ക് സൂക്ഷിക്കാം? നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റും. വേറൊരു ഉദാഹരണം പറയാം. ഒരു PhD ഉള്ള ഒരു കുട്ടി എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, എനിക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് ഞാനൊരു പഠനം നടത്താം, എംബസിയുടെ ഒരു സംഭവത്തിന് വേണ്ടി എങ്ങനെ അത് അവിടുത്തെ നഗരങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് പറയണം, ഓർത്ത് വെക്കാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഡിഗ്രി സയൻസ് പഠിച്ചതാണ്. അതിനുശേഷം ഇയാൾ PG ഇംഗ്ലീഷാണ് പഠിച്ചത്. അതിനുശേഷം PhD ഇപ്പൊ ഇംഗ്ലീഷ് ചെയ്തു. അപ്പൊ BSc MA PhD 3 ഡിഗ്രി ചുമ്മാ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത്. അപ്പൊ BSc MA PhD ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ എല്ലാ പട്ടണങ്ങളും ഓർക്കാൻ പറ്റും. ഇപ്പൊ B വെച്ച് ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞ നഗരം ഓർക്കാൻ പറ്റും. S വെച്ച് സിഡ്നി എന്നുള്ള നഗരം ഓർക്കാൻ പറ്റും. C വെച്ച് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ കാൻബറ ഓർക്കാൻ പറ്റും. M വെച്ച് മെൽബൺ എന്ന് പറയുന്ന നഗരം ഓർക്കാൻ പറ്റും. നമ്മൾ ബണ്ണൊക്കെ കഴിയുമ്പോൾ ഓർത്താൽ മതി, മെൽബൺ. A അഡലൈഡ് എന്ന് പറയുന്ന നഗരം ഓർക്കാൻ പറ്റും. P പെർത്ത് എന്ന് പറയുന്ന നഗരം ഓർക്കാൻ പറ്റും. H ഹൊബാർട്ട് എന്ന് പറയുന്ന നഗരം ഓർക്കാൻ പറ്റും. D ഡാർവിൻ. അല്ലെങ്കിൽ നമ്മൾ കങ്കാരുവും വല്ലാരുവും എമുവും എക്കിഡ്നയും പ്ലാറ്റിപ്പസും കോവാലയും ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നുള്ള ഒരു ഇമാജിൻ നമ്മൾ ചെയ്യാം. നമുക്ക് ഇതിലേക്ക് വരാം ഒരു കോൾ എടുത്തതിന് ശേഷം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, ആരാണ്? എന്റെ പേര് സുരേഷ് എന്നാണ്. ഓക്കെ. വൈഫ് M.Com കഴിഞ്ഞ് B.Ed പാസ്സായ കുട്ടിയാണ്. LD ക്ലർക്കിന്റെ പരീക്ഷ, LD ക്ലർക്ക് നേരത്തെ ഒരുപാട് പരീക്ഷ എഴുതി. എല്ലാം ഇന്റർവ്യൂ സമയമാകുമ്പോഴത്തേക്കും അവര് തഴയുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാവുന്നത്. LD ക്ലർക്കിന് ശേഷം ഇന്റർവ്യൂ ഇല്ല സാറേ. ഇന്റർവ്യൂ ഇല്ലാതെ തന്നെ കിട്ടും. അത് തഴയുന്നത് കുട്ടി ബ്ലൈൻഡായ കുട്ടിയാണ്. പക്ഷെ ഇന്റർവ്യൂവിന് തള്ളിക്കളയാണ് ചെയ്യുന്നത് ഇതുവരെ ഉള്ളത്. അത് നിങ്ങൾക്ക് കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകും. അപ്പൊ നല്ലൊരു സർവീസ് കൺസൾട്ടന്റിനെ, നല്ലൊരു സർവീസ് വക്കീലിനെ കാണുക. അവർ വേണ്ട രീതിയിൽ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് നല്ലൊരു കാര്യം, ഞാനൊരു വക്കീലിന്റെ പേര് പറയുന്നത് ശരിയായ നടപടിയല്ല. നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്പർ ഉണ്ട്, അത് അവസാനം കാണിക്കുന്നതാണ്. അതിലേക്ക് വിളിച്ച് കാണുന്നതിന് പേഴ്സണലായിട്ട് ഞാൻ വക്കീലിന്റെ പേര് പറഞ്ഞുതരാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടാൽ മതി. കോച്ചിങ്ങിന്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ ഇതില് ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാൻ എനിക്ക് 2 വർഷം മുമ്പ് അറിയില്ല. എന്റെ അച്ഛന് ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് ഇരുന്നു. അപ്പൊ ഒത്തിരി പേര് വിളിച്ചായിരുന്നു ചോദിച്ചോണ്ടിരുന്നത്.
ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാൻ പഠിച്ചത്. അപ്പൊ വാട്സപ്പിലൂടെ ഞാൻ വോയിസ് റെക്കോർഡുകളായിട്ട് ഓഡിയോ ഫയലായിട്ടാണ് ആളുകളെ ഇട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ അതില് 200 പേര് ഇപ്പൊ പഠിക്കുന്നുണ്ട്, ഒരു 10,000-ഓളം പേരെ ആകെ പഠിക്കുന്നു. അപ്പൊ താങ്കളുടെ വൈഫിനും അവരുടെ ഡീറ്റെയിൽസ്, പേരും അഡ്രസ്സും ക്വാളിഫിക്കേഷനും ലാസ്റ്റ് കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിനകം ആഡ് ചെയ്യാം, അതിലൂടെ പഠിക്കുകയും ചെയ്യാം. ഞാൻ അയച്ചുതരാം സാർ. ഓക്കെ, സാർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓർമ്മശക്തി എങ്ങനെ കൂട്ടാം, ഏതൊക്കെ രീതിയിൽ ഓർമ്മശക്തി കൂട്ടുന്ന രീതിയിൽ എങ്ങനെയൊക്കെ പഠിക്കാം എന്നതിനെ കുറിച്ചാണ്. തുടരാം. അപ്പൊ ഓസ്ട്രേലിയയെ കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പൊ ഓസ്ട്രേലിയ ഭാഗ്യരാഷ്ട്രമാണെന്ന് നമുക്കറിയാം. ഈ ഒരു വ്യക്തി അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഭാഗ്യരാഷ്ട്രം. ഏറ്റവും ചെറിയ ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. ഒരു രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡമാണ്. അപ്പൊ കങ്കാരുവും വല്ലാരവും എമു അവിടുത്തെ ദേശീയ പക്ഷിയാണ്. കങ്കാരുവും വല്ലാരവും എമുവും എക്കിഡ്നയും പ്ലാറ്റിപ്പസും ടാസ്മാനിയൻ ഡെവിലും കോവാലയും കൂടി ഓസ്ട്രേലിയയിലേക്ക് പോയി. അപ്പൊ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 മോണ്യുമെന്റ്സ് ആണ്. ഒന്ന് നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാറയുണ്ട്, ഏഴ്സ് റോക്ക് എന്ന് പറയുന്നത്. ഏഴ്സ് റോക്കും ഗ്രേറ്റ് ബാരിയർ റീഫും ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് സമീപം ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ഇത് കാണാൻ വേണ്ടി പോയി. അല്ലെങ്കിൽ ന്യൂസിലാൻഡിന്റെ അപരനാമം കീവി എന്നുള്ളതാണ്. കീവി എന്നുള്ള പെൺകുട്ടിയും എഡ്മണ്ട് ഹിലാരിയും തെക്കിന്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടണിലേക്ക് പോയി. അപ്പൊ തെക്കിന്റെ ബ്രിട്ടൻ ന്യൂസിലാൻഡ് ആണെന്നതിലുണ്ട്. അവർ വോട്ട് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്ത രാജ്യം ന്യൂസിലാൻഡാണ്. ന്യൂ സിയാലാൻഡ് എന്ന് പറഞ്ഞാൽ ഡെൻമാർക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഡെൻമാർക്കുമായിട്ട് ബന്ധപ്പെട്ട വംശജനായ വ്യക്തി കണ്ടുപിടിച്ചുകൊണ്ടാണ് ഈ പേരുണ്ടായത്. അപ്പൊ ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് 4 കാണും. ആ ഓപ്ഷൻസ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അത് വെച്ച് നമ്മൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പരീക്ഷ ഒരു ബുദ്ധിമുട്ടേയല്ല. അങ്ങനെ നമുക്ക് ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഓർക്കാം. ഇപ്പൊ സാറിനെ സംബന്ധിച്ചാണെങ്കിൽ ധാരാളം PSC പരീക്ഷകൾക്ക് വേണ്ടി LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള പുസ്തകങ്ങൾ പലതും എഴുതിയിട്ടുണ്ട് അല്ലെ? അത് മാത്രമല്ല, ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. 26 PSC പരീക്ഷകൾ എഴുതി 26 ജോലിയും ലഭിച്ച ആളാണ്. അപ്പൊ ഈ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അതിലേക്ക് വരാനുള്ള സാഹചര്യം ഇതിന് വരാനുള്ള ഒരു കാരണം നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ബ്യൂറോ ചീഫായ ശ്രീജൻ എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചപ്പോഴേക്കും കിട്ടിയില്ല. അപ്പൊ ഒരുപാട് പേര് എന്നെ ഫോണിലൂടെ വിളിക്കുമായിരുന്നു, ഇപ്പോഴും വിളിക്കാറുണ്ട്. വാട്സാപ്പിലൂടെ ഉള്ളത് കൊണ്ട് ആൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്, ചെലവ് കുറവാണ്. ഇപ്പൊ അപ്പോൾ വിളിച്ചപ്പോൾ കിട്ടി, എന്താ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംവിധാനം ഫോണിലൂടെ വൈകുന്നേരം 7-നും 10-നും ഇടയിൽ ഞാൻ മറുപടി കൊടുക്കുന്നത്. അപ്പൊ അന്ന് കൂടുതൽ സമയം കൊടുക്കുന്നുണ്ടായി. ഇപ്പൊ ഒരു സമയം വെച്ചിരിക്കുകയാണ്, 7-നും 10-നും ഇടയിലാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി കൊടുക്കുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഡയറക്ഷനും കരിയർ ഗൈഡൻസ് സംബന്ധമായ മറുപടികളും കൊടുക്കുന്നുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സൗജന്യമായിട്ടാണ് ഫോണിലൂടെ കൊടുക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എന്നോട് പറയാതെ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതി. അപ്പൊ അത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ഉള്ള ജൂറിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അവര് കുറെ നാൾ ഇത് മോണിറ്റർ ചെയ്ത ശേഷമാണ് 2009 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് അതിനുശേഷം തുടർച്ചയായിട്ട് ഉണ്ട്. അപ്പൊ ഏറ്റവും അധികം PSC ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിലും ഇന്ത്യയിലെ ആദ്യത്തെ PSC പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കുമുള്ള ഹെൽപ്പ് ലൈൻ എന്നുള്ള പേരിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ വന്നത്. അപ്പൊ എനിക്ക് ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ 100ഓളം പേര് മോട്ടിവേറ്റ് ചെയ്യുന്നു, സഹായിക്കുന്നു. ഞങ്ങളുടെ ഫാസിൽ സാർ, VHSC ഡയറക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഫാസിൽ സാർ, കരിയർ ഗൈഡൻസിന്റെ ചാർജുള്ള സാബു സാറ്, വിനോജ് സുരേന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥൻ, മനുകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് കല്ലറ സ്കൂളിൽ ജോലി ചെയ്യുന്ന സാറ്, രഞ്ജിത്ത് എന്ന് പറയുന്ന സാറുണ്ട്, ഒറ്റപ്പാലത്ത് ദേശമംഗലം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സാറുണ്ട്, ചോറ്റാനിക്കര സ്കൂളിലെ കൃഷ്ണകുമാർ സാറുണ്ട്. ഇവരൊക്കെ അവര് നിരന്തരമായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവർക്ക് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഇല്ലാത്തവർക്കും വിളിക്കാം. ഫോൺ വിളിച്ചിട്ട് വൈകുന്നേരം 7-നും 10-നും ഇടയിൽ മാത്രം വിളിക്കുക. ആ സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. PSC പരീക്ഷയ്ക്കും അതുപോലെ LDC പരീക്ഷയ്ക്കും ഒക്കെ എങ്ങനെ തയ്യാറെടുക്കാം, എങ്ങനെ ഒരുങ്ങാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പ്രേക്ഷകരോട് സാർ സംസാരിച്ചു. അതിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.